നിന്റെ ഓറ നിന്റെ ജയിലിൽ അനുഭവിച്ചിട്ടാ നിന്റെ ഓറയും പറയല്ല. റാണി പോയി ഒരു 10 വട്ടം കാണാ പാട്ടി. മാസങ്ങളായിട്ട് അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഡസന്റ് മീൻ ആൾക്കൊരു മെന്റൽ ഇൽനെസ്സോ അല്ലെങ്കിൽ പ്രാന്തോ വട്ടോ അങ്ങനെ ഉണ്ട് എന്നല്ല. നമ്മൾ ഫേക്ക് വേഷം കിട്ടി മന്ദാരം പോയി കള്ള വക്കീലെന്ന് പറഞ്ഞ് അവനെയും പിടിച്ചകത്തിട്ട് അത്രയും കാശ് ഇറക്കാൻ പോകത്തല്ല. അത് പൈസയുടെ കാര്യം വേണ്ട, അത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അതല്ല ബാർ കൗൺസിൽ, മനസ്സിലായ? പിന്നെ ഞാൻ വെച്ചാണ്ട് വക്കീലുമാരൊക്കെ ചുറ്റിരുന്ന് വെള്ളം അടിക്കുന്ന അവര് ആ ഒരു സംഘടനയാണ് ബാർ കൗൺസിൽ. ഇന്നലത്തെ ആ കേസിലെ അവനെ ജോക്കിയുടെയും എന്റെയും പേരിൽ ആൾജാമ്യത്തിലാണ് പുറത്തിറക്കിയേക്കുന്നത്. ഈ കേസ് ശരിക്കും എന്താ? ഇപ്പം മറ്റേ ബീച്ചിൽ ചെറുതായിട്ടൊന്ന് മുച്ചിലെ വെടിവെച്ചു. ചന്ദ്രൻ നീകനും പോയി പറഞ്ഞു കണ്ണാപ്പി വെടിവെച്ചെന്ന് പോലീസ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഇവൻ മറ്റേ മാസം കാണിക്കാൻ വേണ്ടി കുറ്റസമ്മതം നടത്തി. അല്ല, ഇപ്പൊ പ്രശ്നം അതല്ല, ഇത് പോയി ഒരാളെ പോവുള്ളായിരുന്നു. ഇവനെ രക്ഷിക്കാൻ ഫേക്ക് വേഷം കിട്ടി മന്ദാരം പോയി കള്ള വക്കീലെന്ന് പറഞ്ഞ് അവനെയും പിടിച്ചകത്തിട്ട്. അല്ല, ശരിക്കും പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. കണ്ണാപ്പിക്ക് പ്രാന്തകളുടെ സർട്ടിഫിക്കറ്റ് സെറ്റ് ആക്കി അത് വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവൻ പറയും അത് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അവന്റെ വീട്ടുകാരത്തി ചോദിച്ചാൽ വെറുതെ തരും. അത് അവന്റെ കയ്യിലുണ്ട്, ഓൾറെഡി അതുണ്ട്. പക്ഷെ ഇതിനിപ്പോ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ന് അവൻ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ നാളെ ജോക്കിയും ഞാനും ജയിലിൽ പോകും. ഇല്ല, ഹാജരായി അകത്താണവൻ. 1 കോടി രൂപയും കൂടെ കെട്ടിവെച്ചിട്ട് ഒരു ദിവസത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്കൊരു വക്കീലിനെ ഇറക്കാം. എങ്ങനെ മനസ്സിലായില്ലേ? ഒരു ദിവസം, അതായത് ഒരു ദിവസം നമ്മളിപ്പോ 5 കോടിക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് ജാമ്യത്തില്. ഓ ഇല്ല, അത്രയും കാശ് ഇറക്കാൻ പോകത്തല്ല. അത് പൈസയുടെ കാര്യം വേണ്ട, അത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അല്ല, അത് നമ്മളെ ഇറക്കത്തില്ലല്ലോ, അവന്റെ കാമുകിയെ വിളിച്ചിട്ടായിരുന്നു നമ്മൾ മേടിച്ചത്. അങ്ങനെയല്ല സെറ്റ് ആക്കാം. അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടിറക്കി അങ്ങനെ അത് താല്പര്യമില്ല. പിന്നെ ഈ റേഡിയോയിലൊക്കെ മെമ്പർ ആയതുകൊണ്ട് അവരിങ്ങനെ വിളിച്ച് പറയുന്നതല്ലേ, അപ്പൊ നമ്മളിങ്ങനെ റിയാക്ട്. അല്ല, ഇതിപ്പം ഡീലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് പരസാറിനെ കാണുക, 5 കോടി കെട്ടിവെച്ചിട്ട് ഒരു ദിവസം എക്സ്റ്റൻഷൻ ചോദിച്ചാൽ നാളെ നമുക്ക് വക്കീലിനെയും കൊണ്ട് പോകും. നാളെ വക്കീലായിട്ട് വരും. ഇന്നാരും ഇല്ല. വക്കീലിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം പഴയതുപോലെ അല്ലേ, ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, പരീക്ഷയൊക്കെ പാസ്സായവരെ കയറ്റത്തുണ്ടോ സംസാരിക്കാൻ. കണ്ണാപ്പിക്ക് ഇന്നലെ നമ്മൾ കോർട്ട് ചെയ്യുന്നത് വാദിക്കാനുള്ള ഒരു കൂടുതൽ സെൽഫ് കണ്ണാപ്പിക്ക് തന്നെ വാദിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. അയ്യോ, അതിനുള്ള കഴിവാണ് സാർ, സ്വന്തമായിട്ട് വാദിക്കാനുള്ള കഴിവ്. ഈ മിസ്റ്റർ ജോക്കി എന്ന് പറയുന്നത് താങ്കളുടെ ഫാമിലി ഉള്ളതാണ്. എന്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ്. അപ്പം മിസ്റ്റർ ജോക്കി ഇന്നലെ കോർട്ടിൽ പറഞ്ഞിരുന്നു കണ്ണാപ്പിക്ക് മെന്റൽ ഇൽനെസ് ഉണ്ടെന്ന്. അപ്പം കണ്ണാപ്പിക്ക് അതുകൊണ്ട് ഇന്ന് വാദിക്കാൻ പറ്റത്തില്ല. അണ്ണാ ഞാൻ പറയട്ടാ, അതിനുള്ള എല്ലാ പ്രൂഫായിട്ടാണല്ലോ ഞാൻ കോടതിയിലോട്ട് വരുന്നത്. നമ്മളെ മണ്ടനാക്കി അണ്ണു ഇന്നലെ എന്നെ ഇറക്കാൻ വേണ്ടിട്ടാണ്. അത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓളം പോത്തിലാണ്. Any other officer in charge? ഹലോ Sir, hello. Hello. Sir, my name is Parindu Vasu, elder brother of Kannapi. I just want to know why this guy is cuffed. Publicly വെടിവെച്ചു. Sir, ആരെയാണ് വെടിവെച്ചത്, എന്താണ് വെടിവെച്ചത് എന്നൊന്ന് പറയാമോ? വെടിവെച്ചത് മുച്ചിരിയാണെന്നാണ് പറഞ്ഞത്. അത് പുള്ളിയെ കൺഫസ് ചെയ്തിട്ടുണ്ട്. സാർ, മുച്ചിരി കൺഫസ് ചെയ്തിട്ടില്ലല്ലോ സാർ. എന്റെ ബോഡിക്ക് പറഞ്ഞു. സാറേ, ഓൾറെഡി നമ്മുടെ ഈ കേസ് ഇന്നലെ ഡിവിഷനിൽ പോയിട്ട് കേസ് ഇപ്പോ ഓൾറെഡി ഓൺഗോയിങ് ആണ്. ഇപ്പൊ കറന്റ് ഇപ്പോ കേസ് അവിടെ വിളിച്ചോണ്ടിരിക്കാം. നമുക്ക് അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണാപ്പിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് ഒരു വക്കീലുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് പുള്ളിക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ ഡിയോജിന്റെ അടുത്ത് പറ്റുമോ? അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് വരാം. കാരണം ഇവിടെ ഈ കാര്യം പറഞ്ഞേക്കട്ടെ, മന്ദാരക്ക് പറ്റില്ല പറഞ്ഞേക്കട്ടെ. He's a qualified LLB. It's around 5 years. He studied day and night and passed out. സാർ, ഞാൻ ഡെയിലി ബാർ കൗൺസിലിന്റെ എല്ലാ സാറേ, ഞാനാണ് ഡിയോജിലുള്ള ആളാണ്. ഞാൻ ഡിയോജിനാണ് വരുന്നത്. സാറേ, നമ്മള് മധുരയുടെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ലീഗലി പേപ്പേഴ്സ്, മീൻസ് കോർട്ടില് ലോയർ ലൈസൻസ് പോലത്തെ പേപ്പേഴ്സ് മധുരയ്ക്ക് ഇല്ല.
അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ സിറ്റിയുടെ പുതിയ റൂൾ പ്രകാരം അതായത് അതിപ്പോ സിറ്റിയുടെ ഉണ്ടല്ലോ സാർ. law അത് അനുസരിച്ച് കാരണം ഉണ്ടാക്കിയ ഒരാൾക്ക് വേണം. അത് കിട്ടണമെന്നുണ്ടെ മിനിമം 2 ദിവസമൊക്കെ എടുക്കും. പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. സാർ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് സാർ. നമുക്ക് വേണ്ടി ഹാജരാവാൻ വക്കീലുമാരൊന്നും ഇല്ല. അപ്പൊ നമുക്ക് സാർ അവന് പ്രൈവറ്റ് വേണ്ടി ഹൗസ് ഇഷ്ടം പോലെ സിറ്റി ഉണ്ട് സാർ. പ്രൈവറ്റ് ഹൗസ് ഇഷ്ടം പോലെ അല്ല സിറ്റി സാർ, ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു വക്കീലുണ്ടായിരുന്നു. പുള്ളി ഒരു ചെറിയ സർജറിയിലാണ്. അപ്പൊ പുള്ളി ഇല്ലാതെ നമുക്ക് വേറെ ആരും വിശ്വാസമില്ല. പക്ഷെ അവന് വേണ്ടി വാദിക്കാൻ നമ്മൾ ചേട്ടന്മാർക്ക് ഒരു അവസരം തരണം സാർ. ഇതേ ഒറ്റയ്ക്ക് വാദിച്ച് ജയിച്ചു വാ, ഞാൻ വെളിയിലുണ്ടാവും. അതെന്താ അണ്ണൻ വേണമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് വാദിക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലെന്ന് അറിഞ്ഞൂടെ? എടാ നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞാണ്, 100 വട്ടം. നീ അന്നേരം നിന്റെ ഓറ നിന്റെ ജയിലിൽ അനുഭവിക്കട്ടാ നിന്റെ ഓറയും പറയല്ല. ഞാൻ 100 വട്ടം അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത് അണ്ണൻ വേണമെന്ന്. വിളിച്ചേ ഞാൻ DOG എടുത്തും പറഞ്ഞല്ലോ. രാജാറാണി പോയി ഒരു 10 വട്ടം കാണടാ പാട്ടി. Sir, as per the reports given, April 2026, 11th April 2026 night 10 PM ലാണ് സംഭവം നടക്കുന്നത്. ഓഫീസർ ഏഗനും അബ്രഹാം മാത്യു എന്ന് പറയുന്ന 2 ഓഫീസേഴ്സ് റൂട്ടീൻ പെട്രോളിങ്ങിന് പോവുകയായിരുന്നു. ആൻഡ് ഓഷ്യൻ ഹൈവേ സൈഡിൽ വെച്ച് മുതുക്ക് ഗ്യാരേജിന്റെ അവിടെ വെച്ചിട്ട് ഒരു ഗൺഫയർ സിറ്റുവേഷന്റെ സൗണ്ട് കേൾക്കുകയും അവർ അതിന്റെ എൻക്വയറിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായി. ആൻഡ് അവിടെ ആ ആക്റ്റീവ് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നത് ജർവൻ കണ്ണാപ്പി എന്ന് പറയുന്ന ആളും മുച്ചിരി എന്ന് പറയുന്ന വ്യക്തിയുമായിരുന്നു. ആൻഡ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ എക്സ്ചേഞ്ച് ഓഫ് ഗൺഫയർ PDയുടെ ഓഫീസർ ആയിരുന്ന അബ്രഹാം മാത്യു സാറിന് ഇഞ്ചുറീസ് ഉണ്ടാവുകയും അൺകോൺഷ്യസ് ആവുകയും ചെയ്തിരുന്നു. ആൻഡ് മിസ്റ്റർ മുച്ചിരി വാസ് ഫൗണ്ട് അൺകോൺഷ്യസ് അറ്റ് ദ സീൻ. ആൻഡ് ബാക്കപ്പ് യൂണിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. പുള്ളിയുടെ സൗണ്ട് കുറവാടാ. സാറുമായിരുന്നു അവിടെ ബാക്കപ്പ് യൂണിറ്റ്സ് ആയിട്ട് അവിടെ എത്തിയിരുന്നത്. ആൻഡ് അപ്പൊ തന്നെ കണ്ണാപ്പിനെ കഫ് ചെയ്യുകയും പിടിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സാർ ഇനിഷ്യൽ സിറ്റുവേഷൻ. എന്തൊക്കെ ചാർജസ് ആണ് ചാർജ് ചെയ്തേക്കുന്നത് സാർ? കറന്റ്ലി കണ്ണാപ്പിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ഇല്ലീഗൽ യൂസ് ഓഫ് ഫയർ ആർമും പബ്ലിക് എൻഡേഞ്ചർമെന്റും. ഓക്കെ, അപ്പൊ ഈ 2 എക്സ്പീഡി ചാർജസ് മാത്രമേ നമുക്കെതിരെ ഇപ്പോൾ ഉള്ളൂ നിലവിൽ, അല്ലേ? സാർ കേട്ടില്ല. ഈ നിലവിൽ ഈ 2 ചാർജസ് മാത്രമേ കണ്ണാപ്പി എന്ന് പറഞ്ഞ അക്യൂഷനെതിരെ ഉള്ളൂ. Illegal use of firearm and public endangerment. Illegal use of firearm. Okay, then okay, fine. Yes, sir. Okay, defense. You can make your opening statement right now. സാർ നമസ്കാരം. ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന കണ്ണാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹാജരായിട്ടുള്ളത്. സോ പ്രോസിക്യൂഷൻ പറയുന്ന കുറേ കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. ഇന്നലെ ഈ പറയുന്ന സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ കക്ഷി കണ്ണാപ്പി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ PDക്ക് കുറച്ച് നാളായിട്ട് ഇവിടുത്തെ PD ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണാപ്പിയോടും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് പേരെടുത്തും പേഴ്സണൽ വൈരാഗ്യം കുറച്ച് നാളായി കാണിച്ചു വരികയാണ്. ഇത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ PD ആയിട്ടും ഇവിടുത്തെ പല ആൾക്കാരുമായിട്ടും നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഇങ്ങനെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഫയറിംഗ് സിറ്റുവേഷൻ നടന്നിട്ടില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഫയറിംഗ് സിറ്റുവേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഈ ഫയർ ചെയ്തത് ഒരു പച്ച മുടിയുള്ള ഒരാളാണ് എന്നാണ് പോലീസുകാരൻ ആദ്യമേ വന്ന് പറഞ്ഞത്. കാരണം ദൂരെ നിന്ന് അവർ ഹെയറിൻ്റെ കളറാണ് അവർ ആദ്യം ശ്രദ്ധിച്ചത്. ഇവിടെ വന്നിട്ട് പച്ചമുടിയുള്ള ഒരാൾ വെടിവെച്ചായിരുന്നല്ലോ എന്നാണ് ആദ്യം ചോദിച്ചിട്ട് അക്കൂട്ടത്തിൽ പച്ചമുടിയുള്ള ഒരാളെ ആദ്യമേ പോയി പിടിക്കുകയായിരുന്നു.
ഈ സിറ്റിയിൽ പച്ചമുടിയുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ അറിവിൽ തന്നെ സുമേഷുണ്ട്, രാഘവനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് പച്ചമുടിയുള്ളത്. എൻ്റെ കക്ഷിയെ പച്ചമുടിയുള്ളതിൻ്റെ പേരിൽ മാത്രം അവിടെ വെച്ച് പോലീസുകാരെല്ലാവരുടെയും മുന്നിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബോഡി ക്യാം ഉള്ള പോലീസുകാർ അതിൽ നിന്ന് മാറി നിന്നിട്ട് വെളിയിൽ നിന്നുള്ള ഗുണ്ടകളെ ഹയർ ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന് തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ജർമ്മൻ കണ്ണാപ്പി എന്ന ആളെ ബഹുമാനപ്പെട്ട കോടതിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അവനൊന്ന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും അസ്വസ്ഥതായിട്ടാണ് ആ ഒരു പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഇവിടുത്തെ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ സിറ്റിസൻസിന് വേണ്ടിയിട്ട് സിറ്റിസനെ സെർവ് ചെയ്യാനാണോ അതോ ഇവരെയൊക്കെ ഇതുപോലെ ഗുണ്ടകളെ പോലെ ഇടിച്ച് തല്ലി തകർക്കാനാണോ നിൽക്കുന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സംശയമുണ്ട്. ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വെളിയിൽ നിന്ന് ഗുണ്ടകളെ ഹയർ ചെയ്ത് തല്ലിച്ചതയ്ക്കുകയാണ് ഉണ്ടായത് എൻ്റെ കക്ഷിയെ. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, കേവലം ഒരു പച്ചമുടിയുടെ പേരിൽ ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിക്കേണ്ട വന്നിട്ടും ഈ പറയണത് പോലെ ആളുടെ മാനസികാവസ്ഥകൾ പോലും കൺസിഡർ ചെയ്യാതെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. മാനസിക അസുഖം എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കക്ഷിക്ക് കുറച്ച് നാളായിട്ട് ഈ പറയണത് പോലെ കുറച്ച് ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇങ്ങനെ ഒരു കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയണത് വരെ പുള്ളിക്കാരൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതും കൂടി ബഹുമാനപ്പെട്ട കോടതി കൺസിഡർ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ആയിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പക്കലുള്ള തെളിവുകളും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ക്രോസ് വിസ്താരം ആരംഭിക്കാം. പ്രോസിക്യൂഷൻ എനിക്ക് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് XMP ഓഫീസറിനെ ഓക്കെ അലവ് ചെയ്യണം. ദാറ്റ്സ് ഓൾ യുവർ ഓണറോട് പറയണമായിരുന്നില്ലേ? എടാ റേഡിയോയുടെ വോളിയം ഞാൻ ഫുള്ളാ വെച്ചിരിക്കുന്ന കണ്ട 85, 90, 100 ഇതിൽ കൂടുതലില്ല. ആ ഫസ്റ്റ് സിനാരിയോയിലെ സാക്ഷികളുടെ വിറ്റ്നസ് ഇവിടെ ഉണ്ട്. ഐ വിറ്റ്നസ് ഉണ്ട്. ഒന്ന് ലോറ, 2 ജോണി മാമൻ. ഇവർ രണ്ടുപേരും ഐ വിറ്റ്നസ് ആണ്. ഞാനല്ല വെടിവെക്കുന്ന ഐ വിറ്റ്നസ് ആയിട്ട് ഇവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ 3 കൊലപ്പെട്ട മുച്ചിരിയും ബാക്കി എന്ത് ഇരിക്കില്ലേ. പിന്നെ പിന്നെന്തോ ഞാൻ പറഞ്ഞുതരില്ല. മിണ്ടാതിരി. ഓക്കെ ഓക്കെ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. സാറ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ തന്നെ കണ്ണാപ്പിനെ DOJ സബ്മിറ്റ് ചെയ്തപ്പോ തന്നെ XMP മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടായിരുന്നു? ചെയ്തായിരുന്നു. ഇന്നലെ തന്നെ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് അല്ലേ നടത്തിയിരുന്നത്? അതെ അതെ, കറക്റ്റ് ആയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ എന്താ പറയാ സാറേ, ഒന്ന് പറയാമോ? ആ റിപ്പോർട്ടിൽ ഇൻസ്പെക്ഷൻ ചെയ്ത ടൈമില് ആൾക്ക് ബ്രൂസസ് ഉണ്ടായിരുന്നു. പിന്നെ കാലിന് ചെറിയ ഫ്രാക്ചർ കണ്ടായിരുന്നു. വേറെ അതായത് കണ്ണിന് ചെറിയ മങ്ങലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെ ഡൗട്ടും ഇതായിരുന്നു. അതുപോലെ അബ്ഡോമൽ ഏരിയയിൽ ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെതും മെൻഷൻ ചെയ്തായിരുന്നു റിപ്പോർട്ട്. ഓക്കെ സാർ, താങ്ക് യു. നിങ്ങളുടെ ഫുൾ എക്സാമിനേഷന്റെ ബേസിസിൽ ഇത് എങ്ങനെ ഉണ്ടായ ഇഞ്ചുറീസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ബ്രൂസസിന്റെ ഇത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് മേ ബി ഒരാളുടെ ഇടി കൊണ്ടിട്ടുള്ളതാവാം, അല്ലെങ്കിൽ വെഹിക്കിൾ ആക്സിഡന്റിലാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹയസ്റ്റ് ബിൽഡിംഗിൽ നിന്ന് മറ്റേതെങ്കിലും സ്പേസിൽ നിന്ന് വീണിട്ടുള്ളതാവാം. അത് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല നമുക്ക്. അത് പ്രൈമറി ഇതിൽ ഇൻസ്പെക്ഷനിൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. കോടതിക്ക് ചോദിക്കാനുള്ളത്,
ഇതില് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെങ്കിൽ പ്രൈമറി ചെക്കപ്പില് അതൊരു ഇടി കൊണ്ടിട്ട് ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലുള്ള ഇഞ്ചുറീസ് ആണോ അത്രയും വലിയൊരു ഇഞ്ചുറീസ് വന്നിരിക്കുന്നത്? അല്ല അതായത് അല്ല. ഓക്കെ, Let me rephrase the statement. ഡോക്ടർ പറയുന്നത് ഇപ്പോൾ കണ്ണാപ്പിയുടെ ശരീരത്തിൽ കാണുന്ന മുറിവുകൾ ഇടി കൊണ്ടുണ്ടായ മുറിവുകളല്ല എന്നാണോ അതോ ഇടി കൊണ്ടുണ്ടായ മുറിവുകളാണെന്നാണോ? മുറിവുകളല്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് സാർ. ഇന്നലെ പി ഡി അവിടെ കണ്ണാപ്പിയെ പിടിക്കാൻ വരുന്ന സമയത്ത് കണ്ണാപ്പി അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയോ അതുപോലെ വണ്ടി എടുത്ത് ഓടാനോ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറാനോ ഉള്ള ഒരുവിധ മൽപ്പിടുത്തങ്ങളും സാർ എനിക്ക് സാർ ഒബ്ജക്ഷന്റെ കാര്യത്തില് സാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ക്രോസിന്റെ ടൈമിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സാർ അത് ഞാൻ എനിക്ക് പറഞ്ഞു വരാനുള്ള ഒരു സമയം പോലും സാർ എനിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയണതെന്ന് പറഞ്ഞത് സാർ. കാരണം ഡിഫൻസിനെ ക്രോസ് ചെയ്യാനുള്ള അവസരം ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. ഒബ്ജക്ഷൻ വിളിക്കുമ്പോൾ ജസ്റ്റ് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സാർ ഞാൻ അതാ പറഞ്ഞത്. എനിക്ക് അതിനുള്ള പറയാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് മാത്രം എടുത്ത് പറഞ്ഞോളൂ. ഓക്കെ സാർ, അതായത് യാതൊരു സ്റ്റേഷനിൽ ഹാജരാവുന്നത് വരെ എൻ്റെ കക്ഷിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ തൊട്ടാണ്, അതായത് ഫസ്റ്റ് നമ്മൾ കണ്ണാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളെ PDയിൽ ഇതുപോലെ വിളിപ്പിക്കുമ്പോൾ തൊട്ടാണ് അവന് ഈ അസസ്സുകളും ബാക്കി കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇല്ലാതിരുന്ന ഈ ഫ്രാക്ചറുകളും കണ്ണിൻ്റെ മങ്ങലുകളും ഒക്കെ എങ്ങനെയാണ് അകത്ത് ചെന്നപ്പോൾ വന്നതെന്നുള്ളതിൻ്റെ വാലിഡ് പ്രൂഫും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സും ഞങ്ങൾക്ക് കാണിക്കാനുണ്ട്. സോ അത് ഒരു ഡോക്ടർ അത് ഇടി കൊണ്ടതല്ല എന്ന് 100% ആയിട്ട് എടുത്തു പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മാസങ്ങളായിട്ട് അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ആൾക്കൊരു മെൻ്റൽ ഇൽനെസ്സോ അല്ലെങ്കിൽ പ്രാന്തോ വട്ടോ അങ്ങനെ ഉണ്ട് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടി എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? കുട്ടി മരണപ്പെട്ടത് പലേട്ടോയിൽ വെച്ചിട്ടാണ്. എക്സ്ലാൻഡ് സിറ്റിയിൽ വെച്ച് തന്നെയാണോ? എക്സലന്റ് സിറ്റിയിൽ വെച്ച് തന്നെയാണ് മരണപ്പെട്ടത്. കുട്ടിയുടെ പേരെന്താണ്? കുട്ടിയുടെ പേര് സന. Okay. I have a question for the defense. Yes, പറഞ്ഞോ സർ. Do you have any evidence for the same? മരണപ്പെട്ട കുട്ടിയുടെ ആണോ? Death certificate? യെസ് സാർ, ഞാനൊരു കാര്യം പറയാം. മരണപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലെ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ മോളാണ്. ആക്ച്വലി അവരുടെ റിലേഷൻഷിപ്പ് വളരെ പ്രൈവസിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ പേരൻസിന് ഈ കണ്ണാപ്പി എന്ന് പറയുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്തും അല്ലെങ്കിൽ കുറച്ച് സീക്രട്ടായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവൻ്റെ കുടുംബത്തിലെ ഒരു നാഥൻ എന്നുള്ള രീതിയിൽ നോക്കി പറയുകയാണെങ്കിൽ എന്നോട് ആ ഇഷ്ടം അവൻ പലവട്ടവും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി സംസാരിക്കണം, വീട്ടിൽ പോയി ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് യാതൊരുവിധ ഇതിനും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് നിന്നിരുന്നത്. ആ ഒരു അപ്രോച്ചിലാണ് ഞങ്ങൾ നിന്നത്. സോ മരണശേഷം ബോഡി ടേക്ക് ഓവർ ചെയ്തതും ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചതും എല്ലാം കുട്ടിയുടെ പേരൻസാണ്. ഞങ്ങൾ ഓൾറെഡി കുട്ടിയുടെ പേരൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ഇന്നൊരു സഡൻ ഇതായതുകൊണ്ട് നമുക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അവരുടെ പേരൻസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ പേരൻസ് അത് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിന് മുമ്പിൽ അത് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഡിഫൻസ് കൗൺസിൽ one second, I have one question for the defense counsel. After that you may continue. Okay, defense counsel? Yes, Your Honor. എന്തായാലും ഇതിന്റെ ഒരു അഫിഡവിറ്റ് പറയുന്ന വ്യക്തിയുടെ പാരന്റ്സ് ഡീറ്റെയിൽസ് എല്ലാത്തിന്റെ ഒരു അഫിഡവിറ്റ് യു മേ പ്ലീസ് സബ്മിറ്റ് ടു ദ കോർട്ട് രജിസ്റ്റർ ആഫ്റ്റർ ദി സെക്ഷൻ ഈസ് ഓവർ.
ഷുവർ സാർ, ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ വൺസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ അവർ പേരൻസ് റെഡിയാവും ഇങ്ങനെ ഒരു കേസിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ. സ്വന്തം കുട്ടി ജീവിച്ചിരുന്നപ്പോൾ പോലും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു പേരൻസ് മേ ബി ചിലപ്പോൾ വരുമായിരിക്കും, വരത്തില്ലായിരിക്കും. അത് എനിക്ക് അറിഞ്ഞുകൂടാ ആ പേരൻസിൻ്റെ മെൻ്റൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും എന്ന്. മേ ബി കണ്ണാപ്പിയെ പോലെ തന്നെ അവരും ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവരങ്ങനത്തെ ഒരു രീതിയിൽ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഫ് ദേ ആർ റെഡി ടു കം ടു ദ കോർട്ട്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം അറ്റ്ലീസ്റ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ ഹാജരാക്കാൻ വേണ്ടി എൻ്റെ സൈഡിൽ നിന്നുള്ള മാക്സിമം എഫേർട്ട് ഞാൻ എടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ അത് കൊണ്ട് തന്നിരിക്കും. ഓക്കെ, ഫോർ യുവർ ഒബ്ജക്ഷൻ മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ടൈം ഫോർ യുവർ ഒബ്ജക്ഷൻ. യുവർ ഓണർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണെന്നും ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവര് ചമഞ്ഞു കൂട്ടിയതാണെന്നും ഉള്ളതിനുള്ള എന്റെ ബോഡി ക്യാം വിഷ്വൽസ് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ PD സൈഡിൽ നിന്നപ്പോ ഇവര് കണ്ണാപ്പിയുടെ ഡിപ്രഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചാണ് ഇവരത് സംസാരിച്ചത്. പേരൊക്കെ വിടുക, നിങ്ങൾക്ക് അതൊക്കെ സെറ്റാക്കാം. ഒരു കള്ളത്തിനുണ്ടാക്കി കോടതിയിൽ പറയാം എന്നുള്ളത് ഈ നിൽക്കുന്ന ലോയറായ മരുതു സംസാരിക്കുന്ന POV ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ കേൾക്കാമോ? സാർ, ഇപ്പൊ പറഞ്ഞ അലിഗേഷനെതിരെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ PDയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഇവരുടെ കൂട്ട് സെയിം ഡ്രസ്സ് ഇട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നായിരുന്നു. അപ്പം നമ്മൾ കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഈ പറയണതുപോലെ നമുക്കെതിരെയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. കുറേ പേര് ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ട് കുറേ പേര് നമ്മളവിടെ നിന്ന്. സോ ആ സമയത്ത് അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണത്. അത് പുള്ളിയുടെ അടുത്ത് അന്നേരം പുള്ളി എൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഈ റിപ്ലൈ പറയുന്ന ആളാണ് ഇത് വാദിക്കുക എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് അത് തമാശ രൂപേണയാണ് അതിൻ്റെ റിപ്ലൈ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ചിരിച്ചൊഴിവാക്കി കളഞ്ഞൊരു സാധനം ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവരുടെ കള്ളത്തരം വെളിയിൽ കൊണ്ടുവന്നപ്പോൾ അത് എനിക്കെതിരെയുള്ള ഒരു ടൂളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതാണ് ആ വിഷ്വൽസ്. ആ വിഷ്വൽസിലുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ചുമ്മാ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമാണ്. മിസ്റ്റർ കൗൺസിൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങള് എന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ. മീൻവൈൽ നെക്സ്റ്റ് ആരെയാണ് വിളിക്കേണ്ടത് നിങ്ങൾക്ക്? ഓക്കെ മിസ്റ്റർ ഷറഫുദ്ദീൻ പ്ലീസ്. സംസാരിക്കാതിരിക്കോടാ എടാ മന്ദാരേ. സാർ പറഞ്ഞു. അതെ ഈ സന എന്ന് പറയുന്നത് എക്സലന്റ് സിറ്റിയിലെ സിറ്റിസൺ ആണോ? സാർ, ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ കണ്ണാപ്പി വിളിക്കുന്ന പേരാണ്. ഒഫീഷ്യലി സിറ്റിയിൽ ഉള്ള നെയിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണാപ്പിയോട് തന്നെ അത് ചോദിക്കണമെന്നത്. കാരണം എന്നെ പരിചയപ്പെടുത്തുന്നതും എൻ്റെ മുമ്പിൽ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതും എല്ലാം സന എന്ന് തന്നെയാണ്. ഓക്കെ, കണ്ണാപ്പി വന്നതിന് ശേഷം കോടതിക്ക് അതിന് കൃത്യമായ ഒരു മറുപടി ഡിഫൻസ് തരേണ്ടി വരും. ഓക്കെ, അതിനുശേഷം മാത്രമായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റും ആ ഒരു കാര്യവും കോടതി അഡ്മിസിബിൾ ആവണേ. ഓക്കെ സാർ, ഒരു കാര്യം കൂടി എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന സന എന്ന് പറയുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ വോട്ടെവർ ആ നെയിം ഒഫീഷ്യൽ നെയിം എന്തായാലും ആ കുട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. സോ അവൻ്റെ ഒരു മെൻ്റൽ സ്റ്റേജിനെ എനിക്ക് നിങ്ങൾ എക്സാക്ട്ലി അത് എങ്ങനെയാണ് എന്തൊരു സ്റ്റേജിലാണ് അവനുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരുടെ റിലേഷൻഷിപ്പും ബാക്കി കാര്യങ്ങളും ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തത്. സോ ഒരു മരിച്ചുപോയ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എല്ലാ റെസ്പെക്റ്റും കോടതിയുടെ സൈഡിൽ നിന്ന് ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും കോടതിയുടെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യം. എന്നിരുന്നാലും ഡിഫൻസ് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് ആണ് ഈ പറഞ്ഞ കണ്ണാപ്പി എന്ന് പറഞ്ഞ അക്യൂഷന്റെ മെന്റൽ സ്റ്റേറ്റ്മെന്റിനെ തന്നെ പറഞ്ഞത്. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ അടുത്ത ഓണർ, എനിക്കിവിടെ രണ്ട് കാര്യങ്ങൾ